സുഹൃത്തുക്കളെ, 2024 ഏപ്രിൽ 19 വെള്ളിയാഴ്ച ദേശാഭിമാനി പത്രത്തിൻ്റെ 7-ാം പേജിലെ ഒരു വാർത്തയാണ്. ക്രൈസ്തവ വേട്ടയ്ക്ക് കോൺഗ്രസ് കൂട്ട്, ഛത്തീസ്ഗഡിൽ ഹീന ആക്രമണം. മുസ്ലിങ്ങളെ എന്ന പോലെ ക്രൈസ്തവരെയും സംഘപരിവാർ വേട്ടയാടുമ്പോൾ കോൺഗ്രസിൻ്റെ നിസ്സംഗത ചോദ്യം ചെയ്യപ്പെടുന്നു. അധികാരത്തിലിരുന്ന സംസ്ഥാനങ്ങളെല്ലാം കോൺഗ്രസ് ക്രൈസ്തവ വേട്ടയ്ക്ക് കൂട്ടുനിൽക്കുന്നതാണ് ചരിത്രം. തെലങ്കാനയിൽ ആദ്യമായി കോൺഗ്രസ് സർക്കാർ രൂപീകരിച്ച് അധിക നാൾ കഴിയും മുമ്പാണ് സംഘപരിവാർ അതിക്രമം അഴിച്ചുവിട്ടത്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാകട്ടെ അവർക്ക് കൂട്ടുനിൽക്കുന്നു. കെ ചന്ദ്രശേഖർ റാവുവിൻ്റെ BRS സർക്കാരിനെ താഴെയിറക്കാൻ സംഘപരിവാർ വോട്ടുകൾ കോൺഗ്രസ്സിന് ലഭിച്ചതിൻ്റെ പ്രത്യുപകാരമാണ് കണ്ണടക്കൽ എന്നാണ് വിമർശം. കണ്ണേപ്പള്ളി ഗ്രാമത്തിലെ സെയിൻറ്റ് മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സംഘപരിവാർ ആക്രമിച്ചപ്പോൾ രേവന്ത് റെഡ്ഡി സർക്കാർ കേസെടുത്തത് മർദ്ദനം ഏൽക്കേണ്ടി വന്ന സ്കൂൾ അധികൃതർക്കെതിരെയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ന് വന്ന ഒരു റിപ്പോർട്ട്. എന്താണ് ഈ റിപ്പോർട്ടിന് കാരണം? ഈ റിപ്പോർട്ടിലെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇതുണ്ടാവാനുള്ള ഇങ്ങനെ വ്യത്യസ്ത മതസ്ഥരൊക്കെ തന്നെ തമ്മിൽ ഇങ്ങനെ വിദ്വേഷം, പകയും, വെറുപ്പും, സംശയവും നിലനിൽക്കാനുള്ള കാരണം എന്താണ്? ഇതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ കൃത്യമായും ഉത്തരവാദിത്തോടു കൂടി ചിന്തിച്ച് നടപടിയെടുക്കാൻ, അല്ലെങ്കിൽ അതിന് ഇതില്ല. ഈ എത്രയോ കാലങ്ങളായിട്ടുള്ള ഈ വിദ്വേഷവും പകയും എന്തുകൊണ്ടുണ്ടായി, അതെങ്ങനെ ഇല്ലാതാക്കാൻ കഴിയും എന്നത് ചിന്തിക്കാൻ നമുക്ക് ഇന്നേ വരെ സമയമായില്ലേ? ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ വെള്ളക്കാരൻ അവൻ്റെ കുൽസിത ബുദ്ധി കൊണ്ട്, വികട ബുദ്ധി കൊണ്ട് ഉണ്ടാക്കിയ ആ മതവിദ്വേഷം, പക, വിരോധം, ഇത് യഥാർത്ഥത്തിൽ ഇല്ലാതാക്കാൻ നമുക്ക് കഴിയില്ലേ? യഥാർത്ഥത്തിൽ നമ്മുടെ സംസ്കാരത്തിൽ അന്യോന്യം ഈ പകയുണ്ടോ? പക വേണോ? ഇതിനെക്കുറിച്ചിട്ട് ബുദ്ധിപരമായി നാം ചിന്തിക്കേണ്ടതല്ലേ? ഇതുണ്ടാക്കിയ ശക്തികളുടെ മസ്തിഷ്ക പ്രാക്ഷാളനം കൊണ്ടാണോ നമുക്ക് ഇന്നും അങ്ങനെ തോന്നാത്തത്? അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക, ഇന്നത്തെ നമ്മളെ 80% വരുന്ന ഹിന്ദുക്കൾ, ആ ഹിന്ദുക്കൾക്ക് യഥാർത്ഥത്തിൽ ഹിന്ദു എന്ന ഒരു മതം തന്നെ ഉണ്ടായിരുന്നില്ല. പല പല സംസ്കാരത്തിൽ, പല പല ജീവിത രീതിയിൽ, പല പല ഭാഷയിൽ കഴിഞ്ഞിരുന്ന ഒരു വലിയ ജനത. അതിൽ പിന്നീട് വിദേശത്തു നിന്ന് വന്ന മതങ്ങൾ, നേരെ മറിച്ച് നമ്മളെ ഇവിടെയുള്ള മതം എന്ന് പറയാൻ കഴിയില്ല, ജീവിത രീതിയിൽ മറ്റൊരാളെ അയാളുടെ വിശ്വാസത്തിനെ എതിർക്കുന്നതോ അയാളുടെ വിശ്വാസത്തിനെ നമ്മളുടേതിലേക്ക് കൊണ്ടുവരുന്നതിനോ പ്രത്യേക താല്പര്യം എടുക്കാത്ത ഒരു സംസ്കാരമുള്ള ജനത. ആ സംസ്കാരമുള്ള ജനതയ്ക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസങ്ങളൊക്കെ വളരെ നല്ലതിനാണ്, കൂടുതൽ സംസ്കാരം. അതുകൊണ്ട് തന്നെ പുറമെന്ന് വന്ന ആൾക്കാരൊക്കെ അവരെ ആ മതത്തിനെ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്ന ഒരു സംസ്കാരമുള്ള ജനത. അവിടേക്ക് മറ്റൊരു സംസ്കാരമുള്ള ജനത വരുന്നു, അവർ ആധിപത്യം സ്ഥാപിക്കുന്നു.
അവരിങ്ങനെ ഓരോരുത്തരെ പിടിച്ച് അവരുടെ കൂട്ടത്തിൽ കൊണ്ട് മറ്റുള്ളതൊക്കെ തെറ്റാണ്, മറ്റുള്ളതൊക്കെ മോശമാണ് എന്ന ബോധം ഉള്ള, എന്ന അഭിപ്രായം ഉള്ള മതങ്ങളായി വന്ന ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും. അവരുടെ വിശ്വാസം നല്ലതാണ്. അവരുടെ ആ സംസ്കൃതിയിൽ, അതായത് വിഭവദാരിദ്ര്യം എന്നും അനുഭവിക്കുന്ന ഒരു സമൂഹത്തിൽ അവരെ ഇല്ലാതാക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാരെ പിടിച്ചുകൊണ്ടേയിരിക്കുക. അതായത് ഈ മതങ്ങൾക്കൊക്കെ ഉള്ള പ്രത്യേകത എന്താ വെച്ചാൽ അവർക്ക് മറ്റുള്ള മതങ്ങളിലുള്ളവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനും പിന്നെ മതം മാറ്റാനും ഇതിനൊക്കെയുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ ഉപകരണങ്ങളും അതിൻ്റെ തുടക്കം മുതലേ ഉണ്ട്. ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും ഒക്കെ അതുണ്ട്. അതുകൊണ്ടാണ് അവരതിങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത്. നേരെ മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സാംസ്കാരിക പശ്ചാത്തലത്തിൽ എല്ലാ മതങ്ങൾക്കും തുല്യമാണെന്നും എല്ലാ മതങ്ങളും തുല്യമാണെന്നുള്ളത് നമുക്ക് അംഗീകരിക്കാം. പക്ഷെ മതപരിവർത്തനം എന്നത്, ഈ മതപരിവർത്തനം നടത്താൻ കഴിയുന്ന എല്ലാ ആയുധങ്ങളും ഉപകരണങ്ങളും ഉള്ള സമൂഹത്തിനും അതില്ലാത്ത സമൂഹത്തിനും തുല്യമായിട്ട് അധികാരം കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? ഏതുപോലെ വെച്ചാൽ ഒരു കാലില്ലാത്തവനും രണ്ട് കാലുള്ളവനും തമ്മിലുള്ള ഒരു മത്സരത്തിൽ നീതിപൂർവമായ ഇത് ഏറ്റവും ആദ്യം മുന്നിലെത്തിയവനാണ് എന്ന് വിചാരിച്ചാൽ ആ മത്സരത്തിൻ്റെ നീതി എത്ര ഉണ്ടാവും? അതേപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നടന്ന, സാംസ്കാരികമായി നടന്ന മതങ്ങളെക്കുറിച്ചിട്ടുള്ള പ്രത്യേകതകൾ. അത് നമ്മളെ ഭരണഘടനയിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. നമ്മളെ ഭരണഘടനയിൽ യഥാർത്ഥത്തിൽ ഒരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക്കിൽ പൗരന് ആവശ്യമായ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളുകൾ നോക്കിയാൽ മതി. അതിൽ ശുദ്ധവായു, ശുദ്ധജലം, ശുദ്ധഭക്ഷണം, പാർപ്പിടം, തൊഴിൽ, വിദ്യാഭ്യാസം, അതൊന്നുമല്ല നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ നമ്മളെ ഭരണഘടന ഉണ്ടാക്കി വെച്ചത്. മാത്രമല്ല, അത് ഉണ്ടാക്കി വെച്ചതെന്ന് മാത്രമല്ല, അത് പരിപോഷിപ്പിക്കേണ്ടതാണെന്നോ. അത് ഇപ്പോൾ ഉള്ളത് ഇല്ലാതാക്കാനുള്ള ആൾക്കാരുണ്ട് പലരും. അതിൽ നൽകിയ അവകാശങ്ങളൊക്കെ ഇല്ലാതാക്കാനുള്ള ആൾക്കാരല്ലാതെ അത് കൂടുതൽ പരിപോഷിപ്പിക്കണം, കൂടുതൽ ജനാധിപത്യവൽക്കരിക്കണം, കൂടുതൽ സമ്പന്നമാക്കണം എന്ന് ആലോചിക്കാൻ പോലും നമുക്കായിട്ടില്ല. അവിടെയാണ് ഇതിന് പകരം മതസ്വാതന്ത്ര്യം, മതപരിവർത്തന സ്വാതന്ത്ര്യം, മത സ്ഥാപനങ്ങൾ നിലനിർത്താനുള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ തന്നെ നമ്മളെ ഭരണഘടനയിൽ വളരെ വ്യക്തമായി മാറ്റാൻ പാടില്ലാത്ത രീതിയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തുല്യരല്ലാത്ത ജനതയ്ക്ക് ഒരു മത്സരത്തിൽ തുല്യമായ രീതിയിലുള്ള പരിചരണം, തുല്യമായ രീതിയിലുള്ള മാനേജ്മെൻറ്റ്, അത് ആ തുല്യത ഇല്ലായ്മ വർദ്ധിപ്പിക്കുകയേ ചെയ്യുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കും. ഒരേ കഴിവുള്ള ആൾക്കാർക്ക് സമാനമായിട്ട് നമ്മൾ പെരുമാറണം എന്നുള്ളത് ശരിയാണ്. അവിടെയാണ് തുല്യതയ്ക്ക് അർത്ഥം. അതായത് സമത്വം എന്നത് യഥാർത്ഥത്തിൽ അസന്തുലിതമായ ഒരു സമൂഹത്തിലല്ല കൊടുക്കേണ്ടത്. അതായത് ഇവിടെയുള്ള അസന്തുലിതമായ മതങ്ങൾ, മതവിശ്വാസങ്ങളും മതനിയമങ്ങളും മതരീതികളും ഉള്ള സമൂഹങ്ങൾക്ക് പൂർണ്ണമായും തുല്യത കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ മുന്നിൽ നിൽക്കുന്നവൻ പല വ്യത്യസ്ത ഉപകരണങ്ങൾ ഉള്ളവനായിരിക്കും അതിൽ മേൽക്കൈ നേടുക. അതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലുള്ള ഈ റിഫ്റ്റിനുള്ള കാരണം. ഈ RSSനും അതല്ലെങ്കിൽ മുസ്ലിം ലീഗിനും ഒക്കെ യഥാർത്ഥത്തിൽ വിളമായത്
ഈ ഈ കാരണമാണെന്നർത്ഥം. എന്തുകൊണ്ട് ഇസ്ലാം ഉണ്ടായി? 1857 അങ്ങനെ സ്വാതന്ത്ര്യത്തിനായിട്ട് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒന്നിച്ചു നിന്നല്ലോ. പിന്നീട് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ആ മുസ്ലിങ്ങളും ഹിന്ദുക്കളും യോജിച്ചാൽ നമുക്കിവിടെ ഒരു നിവൃത്തി ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ വെള്ളക്കാരൻ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരനാണ് നമ്മളെ അന്യോന്യം വിഭജിക്കാനായിട്ട്, നമ്മളെ ഇടയിൽ അന്യോന്യം അടിപിടി ഉണ്ടാക്കാനായിട്ടാണ് ഈ വിഭജനം കൊണ്ടുവന്നത്. ആ വിഭജനത്തിൽ എന്തേ വേണ്ടുള്ളൂ? ഈ പുറത്തേക്ക് തുല്യത പറയാം, പുറത്തേക്ക് പിന്നെ സമത്വം പറയാം. അസമത്വമുള്ള ഒരു സമൂഹത്തിൽ സമത്വം പറയുന്നവൻ തന്നെ യഥാർത്ഥത്തിൽ ആ അസമത്വം കൂടുതൽ പരിപോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ വേണ്ടത്, ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, അസമത്വമുള്ള ഒരു സമൂഹത്തിൽ സമത്വം എന്ന് പറഞ്ഞ് അതിൽ മാറ്റം വരുത്തണ്ട എന്ന് പറയുന്നവൻ ആ അസമത്വം കൂടുതൽ വികസിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളെ മതങ്ങളിൽ ഈ എല്ലാ മതങ്ങളും തമ്മിൽ സമത്വമാണ്. അവർ തമ്മിൽ പിന്നെ മതപ്രചാരണം നടത്താം എന്ന നമ്മൾ 26-ാമത്തെ ആണെന്ന് ആർട്ടിക്കിൾ എൻ്റെ ഓർമ്മ, 26-ാമത്തെ മതപ്രചാരണത്തിനുള്ള സ്വാതന്ത്ര്യം, അതിലാണ് യഥാർത്ഥത്തിൽ വെള്ളക്കാരൻ വിജയിച്ചത്. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള RSSനാണെങ്കിലും അല്ലെങ്കിൽ മുസ്ലിം ലീഗിനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ വിഭാഗത്തിനും സ്വാതന്ത്ര്യം കൊടുത്തത്. എന്തിന്? മറ്റുള്ളവരെ പിടിക്കാനും മറ്റുള്ളവരെ നശിപ്പിക്കാനും മറ്റുള്ളവരെ നമ്മളതിലേക്കാക്കും. യഥാർത്ഥത്തിൽ ആ രീതിയിൽ ഇതിനെ സാമൂഹ്യശാസ്ത്രപരമായിട്ട് കണ്ടിട്ട് എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നത്, എന്തൊക്കെയാണ് ഇവിടെ അപകടം ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഈ സമൂഹങ്ങൾ തമ്മിൽ നൂറ്റാണ്ടുകളായിട്ട് സഹവർത്തിത്വത്തോടു കൂടി അന്യോന്യം സഹകരിച്ചിരുന്ന സമൂഹങ്ങൾ തമ്മിൽ ഇങ്ങനെ മാനസികമായ അകൽച്ചയും വിദ്വേഷവും പകയും ശത്രുതയും ഉണ്ടാവാനുള്ള കാരണം എന്താണ് എന്ന് ഒന്ന് ആലോചിക്കാൻ പോലും നമ്മുടെ ഈ പൊളിറ്റിക്കൽ പാർട്ടികൾക്കോ ഭരണാധികാരികൾക്കോ സമയം കിട്ടിയിട്ടുണ്ടോ? അതോ അവരിന്നും മറ്റവൻ്റെ ശത്രുത, മറ്റവൻ്റെ വൈകൃതമാണ്, മറ്റവൻ്റെ കുറ്റമാണ്, മറ്റവൻ്റെ പൈശാചികതയാണ് ഇതിനൊക്കെ കാരണം, അതുകൊണ്ട് അതിനെ നശിപ്പിക്കുകയാണ് വേണ്ടത് എന്ന വികൃതമായ വെള്ളക്കാരൻ്റെ അടിമയായിട്ടിരിക്കല്ലേ നമ്മളെ ഇന്നും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും ഭരണ നേതൃത്വവും ഒക്കെ ചെയ്യുന്നത്? ഈ വിദ്വേഷം, ഈ പക ഉണ്ടാവാനുള്ള അടിസ്ഥാന കാരണങ്ങൾ എന്താണ്? എന്തുകൊണ്ടാണ് നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാരെ വളരെ കൗശലത്തോടു കൂടി എല്ലാ ചതിപ്രയോഗങ്ങളിലൂടെയും നമ്മളെ ഓരോരുത്തരെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ, മറ്റുള്ളവരുടെ കൂട്ടത്തിൽ കൂടുമ്പോൾ ആ ഒരു പക ഉണ്ടാവുന്നത്? ഇതെന്തുകൊണ്ടുണ്ടാവുന്നു? ഇതെങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം? എങ്ങനെ മതസൗഹാർദ്ദം ഇവിടെ നിലനിർത്താൻ പറ്റിയ രീതിയിൽ നമുക്ക് എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ കൊടുക്കാം, ഇക്വിറ്റി കൊടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ചിന്തിക്കാൻ പോലും നമ്മളെ സമൂഹം ഇന്നേ വരെ തയ്യാറായിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു ചിന്തെങ്കിലും നമുക്കുണ്ടായിട്ടുണ്ടോ? ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഒരാളെ കുറ്റം പറയാൻ ക്രൈസ്തവർക്ക് കോൺഗ്രസ് കൂട്ട് അല്ലെങ്കിൽ RSS കൂട്ട്, അത് ക്രൈസ്തവ കൂട്ട് എന്നതൊക്കെ പ്രചരിപ്പിച്ച് വിദ്വേഷം പരത്തല്ലാതെ എന്താണ് ഇതിന് കാരണമായത്? ഇതിൻ്റെ അടിസ്ഥാന ബേസ് എന്താണ്? പല രീതിയിലുള്ള ചതിപ്രയോഗങ്ങളിലൂടെ, വഞ്ചനയിലൂടെ
അല്ലെങ്കിൽ പിന്നെ അഭിനയത്തിലൂടെയൊക്കെ ഈ മതപരിവർത്തനം, മതങ്ങളെ പിടിച്ചു കൂട്ടാനും മതങ്ങളെ മറ്റുള്ള മതങ്ങളിൽ നിന്ന് ആൾക്കാരെ ചേർക്കാനും ആയിട്ട് എത്രയോ ആൾക്കാർ ഇവിടെ അവരുടെ ജീവിതം തന്നെ അതിനാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലും അങ്ങനെ യാതൊരു മതപരമായ വിലക്കുകളോ നിയമങ്ങളോ ഇല്ലാത്ത സമൂഹങ്ങളും തമ്മിൽ യോജിക്കുമ്പോൾ ചെന്നായും ആട്ടുംകുട്ടിയും തമ്മിലുള്ള രീതിയല്ലേ അവർ. ഇതെന്തുകൊണ്ടാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ ശാസ്ത്രലോകം, ഈ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും നമ്മുടെ ഈ സമൂഹം പഴയ പോലെ എങ്കിലും സൗഹൃദത്തോടുകൂടി, സാഹോദര്യത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, സഹകരണത്തോടുകൂടി എന്തുകൊണ്ട് നിലനിൽക്കുന്നില്ല? അതിന് എന്ത് വേണം എന്നും എന്തുകൊണ്ടാണ് നാം ചിന്തിക്കാത്തത്? എന്തായാലും ഞാനൊരു പുതിയ ഇതാണ് ഇട്ടിരിക്കുന്നത്, നമ്മളത് ആലോചിക്കേണ്ടതാണ്. ഇനിയെങ്കിലും ഈ നമ്മുടെ സാമൂഹ്യ പുരോഗതി ലക്ഷ്യം വയ്ക്കുന്ന നമ്മളെ സമൂഹത്തിൽ എന്തുകൊണ്ടാണ് നമ്മളെ സമൂഹത്തിൽ ഇത്രത്തോളം മതസ്പർദ്ധ? എന്തുകൊണ്ടാണ് ഈ മതവിദ്വേഷവും അപരമത നിഗ്രഹവും ലക്ഷ്യം വച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ സമൂഹങ്ങൾക്ക് അല്ലെങ്കിൽ സംഘങ്ങൾക്ക് പിന്നെ വളമായി വരുന്നത്? അതിന് നമ്മളെ സമൂഹത്തിലെ നമ്മളെ രീതികളിൽ എന്തൊക്കെ അപകടങ്ങളുണ്ട്? ഈ വെള്ളക്കാരൻ വരുത്തി വെച്ച ചതിയിൽ നിന്ന് നമ്മൾ എന്നെങ്കിലും രക്ഷപ്പെടുമോ എന്ന് നമുക്ക് ആലോചിക്കാൻ നമുക്ക് സമയമുണ്ടോ?